എങ്ങനെയില്ല ആരെങ്കിലും വളർത്തും എന്നുള്ള ചിന്തയിൽ പെട്രോൾ ഒഴിച്ച്. ഈ കണ്ണീരിന് ആരാണ് വില നൽകേണ്ടത്? അതിന്റെ പിഴപ്പ് പോയി. CPM ആണെങ്കിലും CPI ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഇത്തരം സാധാരണക്കാരുടെ ഇപ്പൊ എച്ചിൽ ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ പോകൃതരമുണ്ടല്ലോ, അത് നിർത്തണം. ചാവുന്നെങ്കിൽ ചാവട്ടെ, സാധനന്മാര് വണ്ടി കയറ്റും. അവരുടെ ഉപജീവന മാർഗം മുടക്കിയ നിങ്ങളെപ്പോലുള്ള ഈ രാഷ്ട്രീയ കോമരങ്ങളുണ്ടല്ലോ, അത് സർവമാന കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും അപമാനമാണെന്ന് ഈ കാഴ്ച കാണുന്ന ജനം വിധിയെഴുതും. ജപ്തി ഭീഷണി നേരിടുന്ന ഒരു വീട്ടിലേക്കാണ് വിസ്മയ ന്യൂസ് സംഘം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്തായിരുന്നു ജപ്തിയുടെ അടിസ്ഥാന കാരണം? എന്തുകൊണ്ടാണ് ഈ ജപ്തി തടയണമെന്ന് ഈ വീട്ടിലെ വീട്ടമ്മ ആവശ്യപ്പെടുന്നത്? ഇവർക്കുണ്ടായിരുന്ന ഉപജീവന മാർഗം ചില രാഷ്ട്രീയ കക്ഷിയിലെ പ്രവർത്തകർ തല്ലിത്തകർത്ത് ഇവരെ പട്ടിണിക്കോലം ആക്കിയിരിക്കുന്നു. അതിനുശേഷം ഈ ലോണ് തിരിച്ചടയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതാണ് ജപ്തിയുടെ കാരണം. നമുക്ക് വിശദമായി അന്വേഷിക്കാം. ആ വീടും പരിസരവും കാണുകയും ചെയ്യാം. ബിന്ദു ശശി എന്ന വീട്ടമ്മ വർക്കല പാലച്ചിറയിൽ പച്ചക്കറി കച്ചവടം നടത്തിയിരുന്ന ഈ വീട്ടമ്മയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഈ വീട്ടമ്മയുടെ പച്ചക്കറി കടയാണ് CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തല്ലിത്തകർത്ത് ഇവരുടെ പച്ചക്കറിയൊക്കെ എടുത്ത് മാർക്കറ്റിൽ കൊണ്ടിട്ടു. ഇവർക്ക് അപ്പോഴൊരു ലോണുണ്ട്. KSF-ൽ നിന്നും 4 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു മൂത്ത മകളുടെ കല്യാണത്തിന് വേണ്ടി. ഭിന്നശേഷിക്കാരിയായ മകളുടെ കല്യാണത്തിന് വേണ്ടി എടുത്ത ലോണ് എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം. ഏകദേശം 1.25 ലക്ഷം രൂപ ഈ വീട്ടമ്മ അടച്ചു. പക്ഷേ ഉപജീവന മാർഗം മുട്ടിയതോടെ ലോണിൻ്റെ അടവ് മുടങ്ങി. ഇപ്പോൾ ഈ വീട് ജപ്തി ഭീഷണിയിലാണ്. നമുക്ക് അമ്മയോട് തന്നെ കാര്യങ്ങൾ തിരക്കാം. അടുത്ത മാസം കൂടെ എനിക്ക് അവധിയുള്ള ബാങ്ക് ലോൺ അടയ്ക്കാനുള്ള തന്നിട്ടുള്ളൂ സാർ. സാർമാർ പറയണ 3,56,000 ഇപ്പം കൊണ്ടുവന്ന് അടച്ച പലിശ ഇളവ് കുറച്ച് നമ്മൾ തരുകയാണ്. ഇല്ലെങ്കിൽ 4,46,000 രൂപ ഞാൻ അടവടയ്ക്കേണ്ടി വരും. ഒറ്റയടിക്ക് എന്നെ കൊണ്ടടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല സാർ. എൻ്റെ വയറ്റിൽ പിഴപ്പ് പോയി. ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് അടയ്ക്കാൻ ഞാൻ ഇപ്പം വീട്ടിൽ ഇരിക്കുകയാണ്. ഭർത്താവുള്ളത് കൂലിപ്പണി ചെയ്ത് ഇന്നത്തെ കഞ്ഞപ്പനേ ഉള്ളു. ഇളയ കൊച്ച് പഠിക്കുന്നു. മൂത്ത വയ്യാത്ത മോള്. എനിക്കൊരു ആൺകുട്ടികളില്ല. കട അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ ചിറ്റിക്കൊണ്ട് പോടുകയാണ് സാറേ. എൻ്റെ കിടക്കട 5 സെൻറ്റ് വീട് പോവും എന്നുള്ള ഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്ക് നിറവേറ്റി. കോടതി ഇടപെട്ടിട്ട് മാർക്കറ്റിലൊരു കടയൊക്കെ തന്നല്ലോ, അതും പ്രവർത്തിക്കാൻ അവർ അനുവദിച്ചില്ല. പ്രവർത്തിക്കാൻ ഞാൻ 35,000 രൂപ വെളിയിൽ നിന്ന് ലോൺ എടുത്ത് റോളെടുത്ത് കച്ചവടത്തിന് ഇരുന്നാറാ. അത് കച്ചവടമില്ല, സാധനങ്ങൾ അഴിവാരി ഞാൻ കളയേണ്ട ഗതിയെടുത്ത് കട ഒന്ന് കണ്ടപ്പോൾ ഞാൻ കട അങ്ങ് അടച്ചിട്ട് അതിന്ന് എനിക്ക് 100-150 രൂപ അരി മേടിക്കാൻ പോലും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പതുക്കെ കട അങ്ങ് അടച്ച്. കട എടുത്ത് കച്ചവടം ചെയ്യാനുള്ള വരുമാനം ഇല്ല, കടമിടാനുള്ള ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാനത് മതിയാക്കി സാറേ. അപ്പോൾ ഉപജീവന മാർഗം എവിടെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പാലച്ചിറയിൽ തന്നെ മുമ്പത്തെ പോലെ തുടങ്ങിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് രക്ഷപ്പെടാം അല്ലേ? ആ, പാലച്ചിറ ജംഗ്ഷനിൽ അവിടെ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ 2 എണ്ണിക്കിഴങ്ങും 1 8 ചീരയും പോലെ 100-300 രൂപ എനിക്ക് വെള്ളം കുടിക്കാൻ, എൻ്റെ കടം തീർക്കാനും എൻ്റെ കുട്ടികളെ വളർത്താനും അത് എനിക്ക് കിട്ടും. അതിൽ നിന്നാണ് സാറേ ഞാൻ 11-12 കൊല്ലം ഞാൻ കച്ചവടം ചെയ്ത് കൊണ്ടുപോയത്. 12 കൊല്ലത്തോളം ഞാൻ റോട്ടിൽ നിന്ന് കച്ചവടം ചെയ്തു. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി ബിന്ദു ശശി എന്ന ചേച്ചി പാലച്ചിറയിൽ പച്ചക്കറി കച്ചവടം നല്ല രീതിയിൽ നടത്തുകയായിരുന്നു. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരും CPMകാരും പറഞ്ഞു ബിന്ദു ശശി എന്ന വ്യക്തി വോട്ടർ BJPയിലോട്ട് മാറിയതുകൊണ്ട് അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതിനവർ ഒരു കള്ളക്കേസും ചമച്ചു. കഞ്ചാവും ശംഭുവുമൊക്കെ ഈ കടയിൽ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ആ കട തല്ലിത്തകർത്തത്. അങ്ങനെ എന്നെ പറഞ്ഞപ്പോൾ കോടതിയിൽ അവർ സത്യം പുറത്ത് പറഞ്ഞ് ചെറുന്നീ പഞ്ചായത്ത് പ്രസിഡൻറ്റ്
പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തനം മാറിയതിൻ്റെ പുറത്താണ് ബിന്ദുവിൻ്റെ കടയിൽ സാധനമാരി കൊണ്ടുപോയെന്ന് ശശികല മേഡം പറഞ്ഞ് ചെറുനീ പഞ്ചായത്ത്. പക്ഷേ സെക്രട്ടറി സാറ്, മൂന്നാമത്തെ സെക്രട്ടറി സാറാണ് ഇവിടെ നടന്ന സംഭവങ്ങൾ സാറില്ലായിരുന്നു, സാറിന് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ സത്യം ജഡ്ജിക്കാൻ മുമ്പ് പ്രസിഡൻറ്റ് സാറ് വെളിപ്പെടുത്തി. ഇവർ ശംഭുവിൻ്റെ പേരും പറഞ്ഞ് തൻസിൽ പ്രസിഡൻറ്റ് തൻസിൽ നരിക്കല്ലി മുക്കിലുള്ള ആ മനുഷ്യനാണ് ഇതിന് മെയിൻ ആളായിട്ട് നിന്ന് എൻ്റെ സാധനം വാരിക്കൊണ്ട്. ഞാൻ പെട്രോൾ ഒഴിച്ച് തലവഴി പെട്രോൾ ഒഴിച്ചപ്പോൾ ആ മനുഷ്യൻ പറയും ചാവുന്നെങ്കിൽ ചാവട്ടെ, സാധനം മാറി വണ്ടി കയറ്റിട്ടാന്ന് രാമൻ്റെ അടുത്ത്, 6-ാം വാർഡ് മെമ്പർ രാമൻ്റെ അടുത്ത് പറഞ്ഞു. രാമൻ വന്ന് എൻ്റെ സാധനം മാറിക്കൊണ്ട് ഞാൻ പെട്രോൾ ഒഴിച്ച്. എനിക്കിന്ന് ജീവിക്കണ്ട. എൻ്റെ വയ്യാത്ത മോളെ ഞാൻ ഒരു കൊച്ചിൻ്റെ കയ്യിലേൽപ്പിച്ച്, ഒരു മോളെനിക്കുണ്ട്, എന്നെ വളർത്തുന്നവർ. അവള് എങ്ങനെയും ആരെങ്കിലും വളർത്തും എന്നുള്ള ചിന്തയിൽ ഞാൻ പെട്രോൾ ഒഴിച്ച് എനിക്ക് ജീവിക്കണ്ട. അതിനുശേഷം എനിക്ക് ഈ ഇല്ലെങ്കിൽ താഴോട്ട് തളർച്ച കണക്ക് നടക്കാൻ പോലും പറ്റാതെ ഞാൻ കൊണ്ട് നടക്കുന്നു. ഞാൻ ഇതുവരെ ഞാൻ ആശുപത്രിയിൽ പോയിട്ടില്ല. ഞാൻ കൊണ്ട് നടക്കുന്നു. എൻ്റെ വീട് ജപ്തിയിലായ അന്നോട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കട എനിക്ക് വീട് കിട്ടിയ വലിയൊരു സഹായം. ഈ കണ്ണീരിനൊക്കെ ഈ പാർട്ടിക്കാർ ഉത്തരം പറയണം. ഇല്ലാത്ത കഥ ചമച്ച് ഈ പാവം വീട്ടമ്മയുടെ ഉപജീവന മാർഗം മുടക്കി. അവർ പെട്രോൾ തലയിൽ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന അവസരത്തിൽ, അതായത് സ്വന്തം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു പോകരുത് തടയാൻ ശ്രമിക്കുന്ന അവസരത്തിൽ, ചാവുന്നെങ്കിൽ ചത്തോട്ടെ വാരി കയറ്റട എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാരി കൊണ്ടുപോയ വമ്പൻ പണക്കാരും പണച്ചാക്കുകളുമാണ് ഈ പഞ്ചായത്തിലുള്ളത്. പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും ഇവർക്ക് BJP ബന്ധമില്ല, കോൺഗ്രസ് ബന്ധമില്ല, CPM ബന്ധമില്ലെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെ മകൾക്ക് ചെറിയ പ്രായത്തിൽ ഒരു സർജറിക്ക് വേണ്ടി 1.25 ലക്ഷം രൂപ, 2 ലക്ഷത്തോളം രൂപ സഹായം വാങ്ങിക്കൊടുത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായി ഇവർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ കൈപ്പത്തിക്കാരും ഇവരെ കാലുവാരിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ വീട്ടമ്മ മുന്നോട്ട് പോകേണ്ടത്? നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഈ കണ്ണീരിന് ആരാണ് വില നൽകേണ്ടത്? ഈ കണ്ണീരിന്, ഈ കഷ്ടതയ്ക്ക് പ്രതിവിധി പറയേണ്ടത് അല്ലെങ്കിൽ എന്താണ് പ്രത്യുത്തരം നൽകേണ്ടത് പാർട്ടിക്കാരാണ്. CPM ആണെങ്കിലും CPI ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഇത്തരം സാധാരണക്കാരുടെ ഇപ്പം എച്ചിൽ ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ പോകൃതരമുണ്ടല്ലോ, അത് നിർത്തണം. നിർത്തിയ ശേഷം ഇവർക്ക് ഉപജീവന മാർഗത്തിനുള്ള വക കണ്ടെത്തി കൊടുക്കണം. ഇവർ ലോൺ അടയ്ക്കുമല്ലോ, ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തവണകളായി അടയ്ക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം തരാമെന്ന് KSFE പറഞ്ഞിട്ടുണ്ട്. ആ തവണകളായി അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൂ. നിങ്ങളുടെ ആരുടെ ഓശാരമല്ലല്ലോ ഈ സ്ത്രീ ചോദിക്കുന്നത്. അവർ അധ്വാനിച്ച് പൈസ അടയ്ക്കാൻ തയ്യാറാണ്. അരയ്ക്ക് താഴെ തളർന്നു പോയ ഈ വീട്ടമ്മ അതിന് തയ്യാറാണ്. ആത്മഹത്യയ്ക്ക് ഒരിക്കൽ ശ്രമിച്ച ഈ വീട്ടമ്മ അതിന് തയ്യാറാണ്. അവരുടെ ഉപജീവന മാർഗം മുടക്കിയ നിങ്ങളെപ്പോലുള്ള ഈ രാഷ്ട്രീയ കോമരങ്ങളുണ്ടല്ലോ, അത് സർവമാന കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും അപമാനമാണെന്ന് ഈ കാഴ്ച കാണുന്ന ജനം വിധിയെഴുതും. ക്യാമറാമാൻ അനീഷിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, വർക്കല.